നല്ല രസമുണ്ട്. ഇയാൾ പറയുന്നുണ്ട്, മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. അത് ഇപ്പോഴത്തെ തീരുമാനമായിരിക്കും, തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്ത വരി. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. തങ്ങളുള്ള കാലത്തും ഇത് തന്നെയാണ് പരിപാടി. ഇങ്ങനെ മമ്പർത്ത് തങ്ങളെ മഖബറിന് കൊടിയെടുക്കണമെങ്കിൽ മുട്ടിയിട്ട് വന്നാലേ തരൂന്ന് മൂപ്പരെന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ മമ്പർത്ത് തങ്ങളെ മഖബറ മരിച്ചാലല്ലേ ഉണ്ടാവും. അതിന്റെ മുമ്പ് ഇങ്ങനെ മൂപ്പരെ പറയാ, എന്റെ മഖബറിന് കൊടിയെടുക്കണമെങ്കിൽ മുട്ടിയിട്ട് വന്നാലേ ഞാൻ തരുള്ളൂ എന്ന് അറിയാൻ പറ്റുമോ? വാസ്തവത്തിൽ എന്തെല്ലാം സംഗതികളാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ തീരൂല. നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ